മോഡലാവാനൊക്കെ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാരുടെ അവരുടെ ഭക്ഷണ രീതിയും അവരുടെ എന്തൊക്കെ ക്രീം ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പുറകെ പോകാനുള്ള കാരണം പോലും ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ ഒന്നിലധികം കോസ്റ്റ്യൂംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒത്തിരി പേര് ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവർക്കും കയറാനുള്ള മനുഷ്യന്മാരൊന്നുമില്ലല്ലോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനത്തെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മോഡലിംഗ് ആഗ്രഹിക്കുന്ന പണ്ട് അത് ആഗ്രഹിക്കുന്നവർ ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. ഇന്നത്തെ അത്രയും നമ്പേഴ്സ് ഇല്ല. പിന്നെ കുറേയൊക്കെ ആളുകൾ ഈ പറഞ്ഞ സിനിമ മോഹവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ഡാൻസേഴ്സ് ആയിട്ടുള്ളവർ എത്തിച്ചേർന്ന അങ്ങനത്തെ ചുരുക്കം ആളുകളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് പൊതുവെ ഈ എന്താ പറയുക, ഇപ്പോൾ ഓരോരോ പ്രോഡക്റ്റിൻ്റെ ഇതായിട്ടാണെന്നുണ്ടെങ്കിലും അല്ല, ഇപ്പോൾ ഒത്തിരി ഇതുണ്ടല്ലോ. നേരത്തെ മിസ് കേരള, മിസ് ഇന്ത്യ, ഇതൊക്കെ നമ്മൾ അല്ല മിസ് ഇന്ത്യയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. മിസ് വേൾഡ്, മിസ് ഇന്ത്യ ഇതൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, മിസ് കേരള ഉണ്ട്, മിസ്സസ് ഉണ്ട്, അതേപോലെ ട്രാവൻകൂർ, അങ്ങനെയാണ് പ്രാദേശികമായിട്ട് അങ്ങനെ അതിനുള്ള ചാൻസസും അതിനുള്ള അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ ഏത് എന്താ പറയുക, നമ്മളുടെ പാഷൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും തൊഴിലിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും പല സിറ്റുവേഷനിൽ ചൂഷണങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞു പോവുകയാണ് കൂടുതൽ. ഓരോ സിറ്റുവേഷനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിലും കൂടെ നമ്മൾ അലർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഒരു മോഹത്തിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമ്മളവിടെ അറിയാതെ പല പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടുപോകാനും കൂടെ അതിനിടയിൽ കൂട്ടിച്ചേർക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മോഡലിങ്ങിനായിട്ട് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇൻഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എങ്ങനെ ഏത് ക്രൂ അതിലുള്ള മനുഷ്യരാരൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കെപ്പോഴും എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്ത് കൺസെപ്റ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തി അതിനത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചെന്ന് ഇപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ ഞാൻ ഓക്കെയാണ്, കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പേസ് എനിക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാനുള്ള ഇതും നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടുള്ളതെന്ന് അങ്ങനെ തന്നെ പറയാനും ഉള്ള സിറ്റുവേഷനുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓക്കെ അല്ലാത്തത് ഓക്കെ അല്ല എന്നുള്ളത് തന്നെ പ്രകടിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇപ്പോൾ ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ ഒന്നിലധികം കോസ്റ്റ്യൂംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒത്തിരി പേര് ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കയറാനുള്ള മനുഷ്യന്മാരൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ എവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഡ്രസ്സ് ചെയ്യുന്നത് മിനിമം ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ സാധാരണ കയ്യിൽ ഒരു മുണ്ട് ലുങ്കിയിൽ അത് കയ്യിൽ കരുതും. കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു ഇതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റിയ ഗൗൺ ടൈപ്പ് ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ കയ്യിൽ അതുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഏത് കോസ്റ്റ്യൂമാണോ അല്ലെങ്കിൽ ഏത് ഡ്രസ്സപ്പാണോ അതിൻ്റെ ആവശ്യമുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗൗണോ എന്തെങ്കിലുമൊക്കെ എടുത്തിടാവുന്നതാണ്. കാരണം ആ സ്പേസും ആ ക്രൂവും നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ അതിനപ്പുറം എന്താ പറയുക, ഇപ്പം ഒരു മനുഷ്യൻ വെള്ളം തരാൻ വരുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പാസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു തുറിച്ചോടെ ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം സ്പോയിൽ ചെയ്തു പോകും. അതിപ്പോൾ എനിക്ക് മാത്രമായിരിക്കില്ല, അങ്ങനെ ഒത്തിരി മനുഷ്യർക്ക് അങ്ങനെ വരാറുണ്ട്. ഈ നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം കൂടെയാണ്. പക്ഷെ അതിന് നമ്മളുടെ ആ ഒരു എന്താ പറയുക, അത്രയും നേരം ഉണ്ടായിരുന്ന എഫേർട്ട് ഇല്ലാതായി പോകുന്ന അവസ്ഥകൾ വരും. അപ്പം അതിനൊക്കെ നമ്മളൊന്ന് ഇതൊക്കെ പ്രശ്നം
പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ കുറച്ചും കൂടെ പ്രിക്കോഷൻസ് എടുക്കുക, അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇത് ഈ മോഡലിംഗ് ചെയ്യാനും മോഡലാവാനൊക്കെ ആഗ്രഹിക്കുന്നവരെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്നതിൽ മോഡലിംഗ് അല്ലെങ്കിൽ റാമ്പ് വാക്ക് അതിനപ്പുറം അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കോസ്റ്റ്യൂം ഡിസൈനിങ്ങും അങ്ങനെ അതിൻ്റെ റിലേറ്റഡ് കുറേ കാര്യങ്ങളുമാണ്. ശരിക്കും ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്കിൻ ടോൺ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഇതാണ്. സ്കിന്ന് നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് അല്ലാത്തവർക്ക് പറ്റില്ല എന്നല്ല, അതൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ കംഫർട്ടായിരിക്കുക എന്നുള്ളത് മെയിൻ. അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ട്രൈ ചെയ്തൊക്കെ എന്തായാലും ഇപ്പോൾ പറഞ്ഞ പോലെ കോളേജുകളിലും ഒക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനുകളായിരിക്കും. അപ്പോൾ ഈ അതിൻ്റെ ഒരു വോക്ക് ഉണ്ടല്ലോ, റാമ്പ് വോക്ക് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് വോക്ക് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു രസകരമായ ഒരു നടത്തമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാനും അത് ശ്രദ്ധിക്കാൻ കാരണം ഞാനും ആ ഫീൽഡായതുകൊണ്ടാണ്. അപ്പോൾ ചില ഇതിലൊക്കെ എനിക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇത് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ പോലെ, അങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പെർഫെക്റ്റായിട്ട്. ഇപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ റാമ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വോക്ക് അറിയില്ല, വോക്ക് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് ചോദിച്ച് എൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് അതിനകത്ത് പെർഫെക്ഷൻ ആവശ്യമുണ്ട്, ചോദിച്ച് തന്നെയാണ് ഞാനിരുന്നത്. പക്ഷെ റാമ്പിൽ വാക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിലും റാമ്പ് വാക്ക് എങ്ങനെയാണെന്നുള്ളത് അല്ലാതെ നടന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് റാമ്പിൽ കയറുന്നത്. പിന്നെ ഈ അല്ലാതെ ഒത്തിരി ഷോസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ഷോസിനും കോസ്റ്റ്യൂമിൻ്റെ ഒപ്പം തന്നെ കൊറിയോഗ്രാഫി എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അവർ പറയും, കാരണം വാക്കിംഗ് ഒരു സ്റ്റൈലുണ്ട്, അത് അതിനോടൊപ്പം തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ ആളുകൾക്ക് അട്രാക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഡാൻസിന് അങ്ങനെയല്ലേ സ്റ്റെപ്പുകൾ നമ്മൾ പല സ്റ്റെപ്പ് ഇടുന്നതുകൊണ്ടാണ് അത് രസകരമായി, അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നണം. ഒരേ ടൈപ്പ് ആകുമ്പോഴത്തേക്കും ബോറടിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പല സ്റ്റെപ്പ് ഇടും. അതേപോലെ തന്നെയാണ് ഇതിലും. അപ്പോൾ നന്നായിട്ട് കോൺഫിഡൻസോടുകൂടെ വാക്ക് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ വാക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഷോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തു തരും. അത് അത്രയും നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ഒത്തിരി അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ വിരൽ തുമ്പിൽ എന്ത് സെർച്ച് ചെയ്താൽ എന്തും കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റായത് നോക്കി നല്ല രീതിയിൽ അത് പഠിക്കാനും, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ എന്താ പറയുക ആഗ്രഹങ്ങളിലേക്ക് പറന്നു കയറാൻ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും നമുക്കുണ്ട്. അതുപോലെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ മോഡലിംഗ് ഇന്ന് ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ മോഡലിംഗ് മാത്രം ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാനും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ലെവലിൽ പോയി അതിന് അത്രയും എഫേർട്ട് എടുത്ത് പോകുന്നവർക്ക് അത് പറ്റും. പക്ഷേ ഇതിന് എല്ലാത്തിനും ഒരു പ്രായപരിധിയുണ്ട് നമ്മുടെ ലൈഫിൽ. അതുമല്ല, ഈ പ്രായപരിധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ പല മോഡൽസും അവർ എന്ത് കഴിക്കുന്നു, എന്ത് ക്രീം തേക്കുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരവരുടെ ബോഡി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അവരുടെ വർക്കൗട്ട്, എക്സസൈസ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നതും അങ്ങനെ ഇരുന്നാലേ അവർക്ക് അതിന് കാലാകാലം. ഇപ്പോൾ നമ്മളെന്താ സെർച്ച് ചെയ്യുക, ദീപിക പദുക്കോൺ. ഓക്കെ, അവരുടെ നയൻതാരയുടെ വെഡിങ് ഡ്രസ്സ്, ദീപിക പദുക്കോണിൻ്റെ എന്താ മേക്കപ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കില്ലേ? ഇതൊക്കെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാരുടെ അവരുടെ ഭക്ഷണ രീതിയും അവരുടെ എന്തൊക്കെ ക്രീം ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പുറകെ പോകാനുള്ള കാരണം പോലും ഈ പറഞ്ഞ പോലെ അവരെ പോലെ ശരീരമാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരത് ഏത് ഏജിലാണെങ്കിലും അവരുടെ ഡിസിഷൻ ഈ എന്താ പറയുക മോഡലിംഗ് ആണെന്നുണ്ടെങ്കിലും സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരെ എടുത്ത് വെക്കുമ്പോൾ അവരുടെ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിൽ അവർ
ഈ പറഞ്ഞ പോലെ ഫുഡിൽ, അതേപോലെ ഓരോ സിനിമയ്ക്ക് വേണ്ടി ഒരു എടുക്കുന്ന എഫേർട്ട്, നമുക്ക് അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെ കാര്യം നമുക്കറിയാം. വിക്രമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ബോഡിയിൽ വരുത്തുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറേ നാളുകൾ അതിന് വേണ്ടി പ്രയത്നിക്കുന്നതും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, വർക്കൗട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ എഫേർട്ടുകളുടെ ഒരു എല്ലാം കൂടി ഒരു കളക്റ്റീവ് റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോഡലാവുക എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പറയാനാണെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ പല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഇതുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എന്താ പറയുക, ഒരു വിഭാഗം ആൾക്കാരെ വെച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് ഷെഡ്യൂളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ ഒരു ചിന്ത വെച്ചിട്ട് കളർ ഒരു ഭയങ്കര അതിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഏത് ശരീരപ്രകൃതിയാണെന്നുണ്ടെങ്കിൽ, ഏത് കളറാണെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒത്തിരി കാണാറുണ്ട്, പല പല പരീക്ഷണാർത്ഥം പല മനുഷ്യരെയും മേക്ക് ഓവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ പ്ലസ് സൈസ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ മനുഷ്യർ മുന്നോട്ട് വരികയും എന്ത് രസമായിട്ടൊക്കെയാണ് അവരവരുടെ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്ത് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വിശേഷങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളും കുഞ്ഞു എന്താ പറയുക, ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള യാത്രകളും ഒക്കെ ആയിട്ടൊക്കെ ഓരോരുത്തർ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ആ ബെല്ലൈക്കൺ അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ അറിയാമല്ലോ. അതിൽ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. എൻ്റെ യാത്രകളുണ്ട്, കുക്കിംഗ് ഉണ്ട്, ഇങ്ങനത്തെ വിശേഷങ്ങളുണ്ട്. എൻ്റെ ഫോട്ടോഷൂട്ടിലേക്ക് എന്താ പറയുക, ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നതിൻ്റെ പിന്നാമ്പുറ വിശേഷങ്ങൾ, അങ്ങനെ പല പല വീഡിയോസും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.